ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഉണരുവാനും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ സ്തോത്രം പറയുന്നു. 21 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ആ വാക്ക് ഇങ്ങനെയാണ്: അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് രാജാവ് കുലുങ്ങാതിരിക്കും. അത് ഇങ്ങനെയും വായിക്കാം: അചഞ്ചല സ്നേഹത്താൽ അദ്ദേഹം കുലുങ്ങുകയില്ല. The faithful love of the Most High God will keep the king secure. സ്നേഹത്താൽ കുലുങ്ങാതിരിക്കാൻ പറ്റും. എനിക്കതിന് ഉത്തമ ഉദാഹരണം തരാൻ പറ്റും. അന്നേരം തെറ്റിദ്ധരിക്കുകയോ അസൂയപ്പെടുകയോ ചെയ്യുന്നവര് ഇല്ലെന്ന് ഞാനൊന്ന് പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ 5 കൊച്ചുമക്കളിൽ മൂത്തയാൾ എൻ്റെ കൂടെ 5 കൊല്ലം ഉണ്ടായിരുന്നു. അവന് മാത്രമേ എന്നെ ശരിക്കും മനസ്സിലായുള്ളൂ. അപ്പോൾ എവിടെയും അവന് ധൈര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. 1000 പേര് പങ്കെടുക്കുന്ന ഞങ്ങളുടെ വാർഷിക കൺവെൻഷൻ പന്തലിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. പന്തലിലോട്ട് ഫുൾ ലൈറ്റാണ്, പാക്ട്, തിങ്ങി നിറഞ്ഞ ആളാണ്. സ്റ്റേജിൽ ദേവദാസന്മാരിയ്ക്കുന്നു. തഞ്ചാവൂർ വില്യംസ് പാടുന്നു. തഞ്ചാവൂർ വില്യംസ് എന്ന് പറയുന്നയാൾ ബാല്യത്തിലെ പോളിയോ ബാധിച്ച് നിലത്തൂടെ നിരങ്ങി നടന്ന മനുഷ്യനാണ്. തളർന്നു പോയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ട ഓർമ്മയെന്ന് പറയുക. പ്രാർത്ഥനയാൽ സൗഖ്യം പ്രാപിച്ചതുകൊണ്ട് എന്നേക്കാൾ പ്രായമുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. പുള്ളി ചാടുന്ന ചാട്ടം കണ്ടാൽ, നൃത്തം കണ്ടാൽ അസൂയ തോന്നും. ഈ മനുഷ്യൻ ഡാൻസ് ചെയ്യുന്നു. ഭയങ്കര ആൾക്കൂട്ടം പന്തലില്. അന്ന് എൻ്റെ ഈ കൊച്ചുമോന് 1.5 വയസ്സ്. ഇവൻ പുറകിൽ നിന്ന് നടക്കുക. അമ്മയുടെ അടുത്തുനിന്ന് അമ്മയുണ്ട്, വല്യമ്മയുണ്ടെന്ന് തോന്നുന്നു, ഗ്രാൻഡ് മദറുണ്ട്, അപ്പനുമുണ്ട്. അവൻ അവിടുന്ന് ചാടി. 2 കാരണമാണ്. 1, അവൻ എൻ്റെ അടുത്ത് വരണം. 2, അവൻ ഈ ചാടിക്കൊണ്ട് പാടുന്നവരെ അവളോട് ഭയങ്കര ഇഷ്ടമാണ്. അവൻ അവിടുന്ന് പതുക്കെ പതുക്കെ നടക്കുക. ഇടയ്ക്ക് വീഴും. ഗ്രൗണ്ട് അത്ര ലെവലല്ല. ഒരു പകുതിയായപ്പോൾ ആൾക്കാർ അവനെ തടഞ്ഞു. കരയും പിടിക്കുകയൊന്നും ചെയ്തില്ല. അവരെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു സ്റ്റേജിലോട്ട്. എനിക്കവിടെ പോകണം. ആ ബോഡി ലാംഗ്വേജ് എന്നാണെന്നറിയോ? അവിടെ ഇരിക്കുന്ന ആരാന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തടയുന്നത്. അവൻ അവരെ എല്ലാം തട്ടി മാറ്റി. ചിലരുണ്ടല്ലോ പിള്ളേരെ അങ്ങ് തടഞ്ഞു നിർത്തുക. പുള്ളി ഒന്നും പറഞ്ഞാൽ നടക്കുകയല്ല, നിങ്ങൾ സ്റ്റേജിലോട്ട് നോക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കും. പറയാനൊന്നും അറിയത്തില്ല. ഞാൻ എന്താ പറയുന്നേ? അചഞ്ചല സ്നേഹത്താൽ അദ്ദേഹം കുലുങ്ങുകയിൽ. ഇതൊന്നും തെളിയിക്കാൻ പറഞ്ഞതല്ല. എൻ്റെ വീട്ടുകാരിയൊന്നും പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കരുത്തനായ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുലുങ്ങത്തില്ല. 1000 പേരെ പുല്ലിന് പോലും പേടിച്ചില്ല 1.5 വയസ്സുള്ള കൊച്ച്. എന്നാ കാര്യം? കരുത്തനായ ഒരാളെന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പ്. ഞാൻ ഈ ഒരു വചനം ഒന്ന് പറയാനാണ് ഈ ഉദാഹരണം എല്ലാം പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന ഒരാള്, അദ്ദേഹം വലിയവനാണെങ്കിൽ ഞാൻ കുലുങ്ങുകയില്ലെന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ നിന്ന് വായിച്ച് പ്രാർത്ഥിക്കാം. The faithful love of the Most High God will keep the king secure.
അത്യുന്നതനായ ദൈവത്തിൻ്റെ വറ്റിപ്പോകാത്ത സ്നേഹത്താൽ ദാവീദ് രാജാവ് സുരക്ഷിതനായിരിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രേക്ഷകരും അങ്ങനെ ആകണമേ. ആമേൻ, ആമേൻ, ആമേൻ.